പുസ്തകവും സമ്മാനിച്ചുകൊണ്ട് ജനകീയ പ്രതിരോധത്തിന്റെ പുത്തൻ അധ്യായങ്ങൾ നാടിന് കാഴ്ചവെച്ച നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം അഥവാ UAPA മനുഷ്യാവകാശങ്ങളെയും ഭരണഘടനാദത്തമായ മൗലികാവകാശങ്ങളെയും ധാരണപ്പെടുത്തി അധികാരികളുടെ കയ്യിലെ പീഡനായുധമായി മാറിയിരിക്കുകയാണ്. UAPA പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അടിസ്ഥാന സങ്കല്പമാണ് ഇതിലൂടെ ലംഘിക്കപ്പെട്ടത്. നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം അഥവാ UAPA 30 ദിവസമാണ്. റിമാൻഡ് കാലാവസ്ഥവും മുസ്ലിം ലീഗും ഈ കരിനിയമത്തിന് അനുകൂലമായി അന്വേഷണ ഏജൻസികൾ നടത്തുന്ന തമിഴ് സൈനിക സ്ഫോടനങ്ങൾ നടത്തിയ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് നിർവിചാരണ യാത്ര കടന്നു വരുന്നു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് 30 തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ജനവിചാരണ യാത്രയിൽ പങ്കാളികളാണ്. 1967 നിയമങ്ങളെ ജനവിചാരണ ചെയ്യുന്നു. ഇന്ത്യൻ ഭരണകൂട താല്പര്യങ്ങൾക്കെതിരെ സമൂഹ മനസ്സാക്ഷി വഹിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കരിനിയമങ്ങളുടെ ചുഴിയിൽപ്പെടുത്തുവാനുള്ള ഭരണങ്ങൾക്കെതിരെ കണ്ണൂർ ജില്ലയിലെ നാറാത്ത് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, ഒരു പ്രാദേശിക സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങളെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിപാടിയുമായി ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. UAPA കരിനിയമത്തിനെതിരെ ജനവിചാരണ എന്ന പേരിൽ നടത്തുന്ന ഈ പരിപാടി കൽപ്പറ്റയിലാണ്. ഇന്ന് രാവിലെ വയനാട് ജില്ലയിലെ പനമരത്ത് നിന്ന് ആരംഭിച്ച ഇന്നത്തെ പ്രചരണ പരിപാടി കൽപ്പറ്റയിൽ എത്തിച്ചേരുന്നിരിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുകൊണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് 23 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഈ മൂവർണ്ണ പതാക പാറിപ്പറപ്പിച്ചത്. എങ്കിൽ കേരളത്തിന്റെ കൊച്ചു പ്രദേശത്ത് നിന്നും ആരംഭിച്ച് കേരളത്തിന്റെ അതിർവരമ്പുകൾ മാറി കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും മണിപ്പൂരിന്റെ വലമടക്കോളിലേക്കും രാജസ്ഥാന്റെ മരുഭൂമികളിലേക്കും പശ്ചിമ ബംഗാളിന്റെ തെരുവോരങ്ങളിലേക്കും നമ്മുടെ രാജ്യം ഇന്ന് പൊതുവെ UAPA വിപത്തുകളെ കുറിച്ച്, ഈ കരിനിയമങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് വളരെ ഗൗരവപരമായ രീതിയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ 20ലധികം സംസ്ഥാനങ്ങളിൽ അകാരണമായിക്കൊണ്ട് ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ വർഷങ്ങളും 5, 6, 8 വർഷങ്ങളായി അഭ്യസ്തവിദ്യരായ ആർജവും തഞ്ചേടവുമുള്ള മുസ്ലിം ചെറുപ്പക്കാർ രാജ്യത്തെ ഭരണകൂട ശക്തികൾ മുന്നോട്ട് വെച്ച കരിനിയമങ്ങൾക്ക് ഇരയായിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് UAPA കരിനിയമത്തിനെതിരെ ജനസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു പ്രചാരണ പരിപാടിയുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.
UAPA കരിനിയമത്തിനെതിരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നയിക്കുന്ന ജനവിചാരണ യാത്ര എന്ന കരിനിയമം മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും ചവിട്ടിമെതിച്ച് നമ്മുടെ കരിനിയമത്തിനെതിരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നയിക്കുന്ന ജനവിചാരണ യാത്ര. പോപ്പുലർ ഫ്രണ്ടിനെ അടുത്തറിയുക. ജനവിചാരണ യാത്രയിൽ പിൻവലിക്കപ്പെട്ട കോട്ടയുടെ ദംഷ്ട്രകളും നൽകി ഭരണകൂട കങ്കാണികൾ കെട്ടിയെഴുന്നള്ളിച്ച നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം UAPA എന്ന കരിനിയമം മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും ചവിട്ടിമെതിച്ച് നമ്മുടെ നാടിന്റെ മഹത്തായ സാമൂഹ്യ ജീവിതത്തിന്റെ സ്നേഹവായ്പുകൾ തറയറ്റ ചിന്തകൾ കരളിൽ കത്തുന്നത്. വിശ്വാസികളെ കരിനിയമം രാജ്യത്തെ പൗരാവകാശ മനുഷ്യാവകാശ തലത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യാത്രയുടെ നായകൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഈ ജാഥയുടെ ജനറൽ കൺവീനറും നമ്മുടെ നാട്ടുകാരനുമായ സഹോദരൻ ടി കെ അബ്ദുൽ സമദ് സാഹിബിനെയും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ജാഥയിൽ വയനാടിന്റെ മലമടക്കുകളെ അക്ഷരാർത്ഥത്തിൽ
പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തന്നെ ഇന്നിവിടെ ഈ സായാഹ്നത്തിൽ മാനന്തവാടി ടൗണിൽ ഇന്നത്തെ പര്യടനത്തിന്റെ സമാപന സംഗമത്തിൽ നാം സംബന്ധിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കരിനിയമത്തിനെതിരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രംഗത്ത് വന്നിട്ടുള്ളത്? നേരത്തെ ടാടക്കും പോട്ടക്കും എതിരെ നാം ശക്തമായ പ്രക്ഷോഭം നയിച്ചിട്ടുണ്ട്. നമ്മുടെ പോരാട്ടത്തിന് 2 പതിറ്റാണ്ടിന്റെ ആയുസ്സുണ്ട്. ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ദളിത്, ആദിവാസി, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒരേ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തിക്കൊണ്ട് രാജ്യത്തെ കിരാത നിയമങ്ങൾക്കെതിരെയും രാജ്യത്തെ മേലാള വർഗത്തിന്റെ സ്വേച്ഛാധിപത്യ നയങ്ങൾക്കെതിരെയും ആർജവത്തോടുകൂടി സമരം ചെയ്ത പാരമ്പര്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പോരാട്ടത്തിന്റെ തുടർച്ചയാണ്. ഇതൊരു തുടക്കമല്ല, ഇതൊരു അവസാനമല്ല. ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യുന്നതാണ്. തീർച്ചയായും ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, നമ്മുടെ ഭരണഘടനാ ദത്തമായ അവകാശങ്ങളുടെ കടുത്ത ലംഘനമാണ് ഇത്തരം കരിനിയമങ്ങളിലൂടെ രാജ്യത്ത് അധികാരികൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കരിനിയമത്തിന് നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ മുസ്ലിങ്ങൾ പോലും ഇരയായിട്ടുണ്ട്. ഇത്തരം നിയമങ്ങൾ ഏറെയും വിധേയമാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് മഹാഭൂരിപക്ഷ മുസ്ലിങ്ങളാണ്. കേരളത്തിൽ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ UAP അനുസരിച്ച് 35 പൗരന്മാർക്കെതിരെ കേസ് ചുമത്തുകയുണ്ടായി. ഇപ്പോൾ ഇതാ 21 പേർക്കെതിരെ വീണ്ടും UAP അനുസരിച്ച് കേസ് ചുമത്തിയിരിക്കുന്നു. കേരളത്തിൽ ഈ കാടൻ കരിനിയമം ഉപയോഗിക്കപ്പെട്ട 56 പേര്, ഈ 56 പേരും മുസ്ലിങ്ങളാണ്. ഇവിടെ ബാൽത്താക്രമാരില്ല, ഇവിടെ BJPക്ക് MLA-മാരില്ല. ഇവിടെ നമ്മൾ പറയുന്നു, ഇത് മനോഹരമായ മതേതരത്വത്തിന്റെ പോറ്റില്യമാണ് കേരളം. എന്നാൽ ആ കേരളത്തിലാണ് ഇത്തരം UAP നിയമം നടപ്പിലാക്കിക്കൊണ്ട് 56 മുസ്ലിമീങ്ങൾക്കെതിരെ ഈ കരിനിയമം ചുമത്തിയിട്ടുള്ളത് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം. 2 നാടൻ ബോംബ് എന്തുകൾ? എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ UAP ചുമത്തിയോ? അവിടെ അതിന്റെ പേരിൽ RSSന്റെയോ CPM-ന്റെയോ ഓഫീസുകൾ റെയ്ഡ് ചെയ്തോ? നിങ്ങൾ ചോദിക്കണം. ഇതുപോലെയുള്ള വേട്ടകൾ അന്യായമായിട്ട് വിവേചനപരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആദിവാസികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ദളിതുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചു, ലിയാഖത്ത് ഷാ എന്ന വ്യക്തി, ആ ഭീകരവാദിയെ പോലീസ് പിടിച്ചു. അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വമ്പിച്ച ആക്രമണം നടത്താൻ വേണ്ടി പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഡൽഹി ജുമാ മസ്ജിദിനടുത്ത് അദ്ദേഹത്തെ പിടിച്ചു. സ്വയം ആര് സംഘടിക്കുന്നുവോ അവൻ ഈ രാജ്യത്ത് വളരുവാൻ പാടില്ല. സ്വയം ആര് അവന്റെ ആവശ്യങ്ങൾ ആവശ്യപ്പെടുന്നുവോ അവൻ ഈ രാജ്യത്ത് വളരുവാൻ പാടില്ല. ഇത്തരത്തിലുള്ള കരി നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ രാജ്യം എപ്പോഴും കൈക്കലാക്കിക്കൊണ്ടിരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂട ഭീകരത, ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് സോഷ്യൽ ഡെമോക്രസിസം ഉൾക്കൊള്ളുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹിക നീതി, സമത്വം, സാഹോദര്യം ഇവ നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് ആ പ്രവർത്തനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്.
ടാഡയുടെയും പോട്ടയുടെയും ഭീകരവകുപ്പുകൾ കൂട്ടിച്ചേർത്ത് 2008 ഭേദഗതി ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം അഥവാ UAPA മനുഷ്യാവകാശ ലംഘനത്തിന്റെ പുത്തൻ പതിപ്പായി ഇപ്പോഴും രംഗത്തുണ്ട്. UAPA ഭേദഗതികൾ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ പിന്തുണച്ചവരൊക്കെ ഇപ്പോൾ അതിന്റെ എതിരാളികളായി മാറിയിരിക്കുന്നു. ഇടതുപക്ഷവും മുസ്ലിം ലീഗും ഈ കരിനിയമത്തിനനുകൂലമായി കൈപൊന്തിച്ചവരാണെങ്കിലും അതിന്റെ ഭീകരത തിരിച്ചറിഞ്ഞ് UAPA പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഈ നിയമത്തിന്റെ പേരിൽ നിരവധി പേർ ജയിലിലടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം അഥവാ UAPA രാഷ്ട്രീയായുധമാണ്. രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ട കരിനിയമങ്ങളൊക്കെ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാനായിരുന്നു ഭരണകൂടം എക്കാലത്തും ഉപയോഗിച്ചത്. $180 ദിവസം വരെ ജാമ്യം നൽകേണ്ടതില്ലെന്ന വകുപ്പ്, 180 ദിവസത്തിനകം ഭാഗിക കുറ്റപത്രം നൽകിയാൽ വിചാരണ കഴിയും വരെ ജാമ്യം നൽകേണ്ടതില്ലെന്ന വകുപ്പ് എന്നിവയൊക്കെ ഈ നിയമത്തിന്റെ ഭീകരത സൂചിപ്പിക്കുന്നു. ജാമ്യമാണ് നിയമമെന്ന ഇന്ത്യൻ നീതിന്യായ സങ്കല്പത്തിന്റെ അടിസ്ഥാന സങ്കല്പമാണ് ഇതിലൂടെ ലംഘിക്കപ്പെട്ടത്. സാധാരണ നിയമത്തിലെ 15 ദിവസത്തെ റിമാൻഡ് കാലാവധി നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം അഥവാ UAPAയിൽ 30 ദിവസമാണ്. റിമാൻഡ് കാലാവധി നീട്ടാൻ വീഡിയോ കോൺഫറൻസിംഗ് മതിയെന്ന് ചട്ടം. ബഹുമാന്യരായ നാട്ടുകാരെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ കഴിഞ്ഞ 8-ാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ചു. നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, UAPAയ്ക്ക് മുൻപ് 2 കരിനിയമങ്ങൾ ഇന്ത്യ രാജ്യം നടപ്പാക്കപ്പെട്ടു. നമ്മുടെ രാജ്യത്ത് ജസ്റ്റിസ് നരേന്ദ്രൻ മുതൽ ജസ്റ്റിസ് സച്ചാർ, രജീന്ദർ സച്ചാർ വരെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഈ രാജ്യത്ത് പിന്നാക്കം നിൽക്കുന്ന സാമ്പത്തികമായി, സാമൂഹികമായി, രാഷ്ട്രീയമായി, സാംസ്കാരികമായി പിന്നാക്കം നിൽക്കുന്ന അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽകൃതരായ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സമ്പൂർണ്ണ ശാക്തീകരണത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള ഒരു നവ സാമൂഹിക പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ സാമ്പത്തികമായി, സാമൂഹികമായി, രാഷ്ട്രീയമായി അവരവരുടെ സ്വന്തം കാലിൽ നട്ടല് നിവർത്തി നിൽക്കാൻ പ്രാപ്തമാക്കാൻ വേണ്ടിയുള്ള ഒരു നവ സാമൂഹിക പ്രസ്ഥാനമാണ്. പ്രിയമുള്ളവരെ, ഈ പ്രസ്ഥാനം ജന്മമെടുത്തതിന്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ
സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് ഇതൊരു വിലങ്ങുതടിയായി വെല്ലുവിളിയായി ഉയർന്നു വന്നിരിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാപരമായ തുല്യനീതിയും അതേപോലെ തന്നെ അവകാശങ്ങളും ഒക്കെ തന്നെ വകവെച്ചു കിട്ടണമെന്നുള്ള ഈ സമര പ്രഖ്യാപനം, ഇതിലേക്ക് ആകൃഷ്ടരായ ആളുകൾ ഇതിലേക്ക് അണിചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇവിടുത്തെ സവർണ താല്പര്യമുള്ള ആളുകൾക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒതുക്കി കിട്ടണമെന്നവർ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് ചോദിക്കാനുള്ള ശക്തി ഉണ്ടാവേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതിനുശേഷമാണ് അതേപോലെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. രാജകൃഷ്ണൻ അദ്വാനി, സാധി റിമാംബര, അതേപോലെ വിനയ് കല്യാറ്, ജോഷിയെ പോലെയുള്ള ആളുകൾ പരസ്യമായി ബാബരി മസ്ജിദ് തകർത്തു. വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കാനുള്ളത്, ആ നിരോധന നിയമപ്രകാരം, ഭീകരവിരുദ്ധ നിയമപ്രകാരം, ചാടാപ്രകാരം ഏത് ഹിന്ദുത്വ ശക്തികളെയാണ് പള്ളി തകർത്ത രാജ്യത്തെ ഒരു വിഭാഗം ജനവിഭാഗത്തെ കൊന്നൊടുക്കിയ ആ ആളുകളെ എന്തുകൊണ്ടാണ് ചാടാപ്രകാരം അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? പ്രിയമുള്ളവരെ, ഞങ്ങൾ വീണ്ടും പറയുന്നു, നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം അഥവാ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതിഭീകരമായ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയവരല്ലെന്നതിന് കണക്കുകൾ സാക്ഷി.